ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് എത്തി ഇവിടെ സ്റ്റേ ചെയ്യുന്ന KSRTC ബസ്സാണിത്. ഇവിടുത്തെ ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഈ KSRTC ബസ്സിൽ ഇവിടെ എത്തി സ്റ്റേ ചെയ്യുന്ന ജീവനക്കാർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് നേരിട്ട് കാണാനും അറിയാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുമാണ് മാതൃഭൂമി ന്യൂസ് സംഘം ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. വൈകുന്നേരം 7:30 ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്കുള്ള KSRTC ബസ് എത്തും. വന്യമൃഗ ആക്രമണങ്ങൾ പതിവായ മേഖലയിലൂടെ കടന്ന് യാത്രക്കാരെ സുരക്ഷിതമായി എത്തിക്കും. പക്ഷേ അവിടെ തീരുന്നില്ല ഈ ജീവനക്കാരുടെ ജോലി. പിന്നീടാണ് ദുരിതം തുടങ്ങുന്നത്. നമ്മൾ വണ്ടി കഴുകും, നമ്മൾ കുളിക്കും, നാളെ രാവിലേക്കുള്ള വെള്ളം കൊണ്ടുപോകും. നാളെ രാവിലെ ഞങ്ങൾക്ക് 4 പേർക്ക് കുളിക്കണം, ബാത്റൂമിൽ പോകണം, അതിനുള്ള വെള്ളം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകണം. ഇത് ഈ ടാങ്കിൻ്റെ അടപ്പാണ്. ഇപ്പോൾ ടാങ്കിൽ പിടുത്ത് വയ്ക്കും. പിന്നെ 2 ബക്കറ്റ് വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ 4 പേര് കുളിച്ച് ബാത്റൂമിൽ വിട്ട് രാവിലെ പോകും. ഈ വെള്ളം നിറയ്ക്കുന്നത് തൊട്ടടുത്ത ദിവസം ഈ ബസ്സിലെ ജീവനക്കാർക്കും ഇതിന് പുറകിൽ വരുന്ന ബസ് ജീവനക്കാർക്കും വേണ്ടിയാണ്. അതിനു പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. മലക്കപ്പാറ കമ്മ്യൂണിറ്റി ഹാളിന് മുകളിലാണ് സ്റ്റേ ബസ്സിലെ ജീവനക്കാർ രാത്രി താമസിക്കുന്നത്. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഇവിടെ നിന്ന് ഇവരെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ജീവനക്കാർക്ക് വെള്ളം നൽകാതായി. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഇപ്പോൾ വെള്ളം പുറമേ നിന്നും കൊണ്ടുവരേണ്ട സ്ഥിതി. ദീർഘദൂര ട്രിപ്പ് കഴിഞ്ഞു വരുന്ന ജീവനക്കാർക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും വെള്ളം നൽകുന്നില്ല പഞ്ചായത്ത് അധികൃതർ. എല്ലാത്തിനും ആവശ്യമായ വെള്ളം നിറച്ചു കൊണ്ടുവരികയാണ് ഈ ജീവനക്കാർ. ഇവിടെ എന്തെങ്കിലും കല്യാണ മണ്ഡപത്തിൽ കമ്മ്യൂണിറ്റി ഹാളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവർ വെള്ളം അടിക്കും. അത് ആ പരിപാടിയോടുകൂടി ആ വെള്ളം തീരുകയും ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് തനിച്ചായിട്ട് വെള്ളമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പം ഇത്രയും കാലം വെള്ളം മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ. ഇപ്പോൾ കറണ്ടും കൂടെ നിർത്തിവെച്ചിരിക്കുക. 2.5 വർഷം മുൻപ് ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഹാളിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു. 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് വെള്ളം ബ്ലോക്ക് ചെയ്തത്. നമ്മൾ മന്ത്രി തലത്തിലും പഞ്ചായത്ത് തലത്തിലും നമ്മൾ ഒട്ടനവധി പരാതി കൊടുത്തിട്ടുണ്ട്. യാതൊരു വക പരിഗണന അതിന് കിട്ടിയിട്ടില്ല. ബക്കറ്റും വെള്ളവും എല്ലാം എടുക്കുന്നത് മലക്കപ്പാറയിലെ ഒരു ഹോട്ടലിൽ നിന്നാണ്. ഹോട്ടലുടമ മല്ലികയുടെ നല്ല മനസ്സുകൊണ്ട് ഇതെല്ലാം നടക്കുന്നു. അവിടുത്തെ മുകളിലെ ഒരു ചെറിയ തടാകങ്ങൾ, അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്. അപ്പോൾ അത് വറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെയും വെള്ളം ഉണ്ടാവില്ല. പിന്നെ ആ സമയത്ത് ഞങ്ങൾ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിലെ ഈ തൊട്ടടുത്ത ബെൻഡിൽ ചോലയുണ്ട്, കാട്ടുചോല. അപ്പോൾ അതിൽ നിന്ന് വെള്ളം എടുക്കും. ചെക്ക് പോസ്റ്റിനടുത്തു നിന്ന് ബസ് കഴുകി വൃത്തിയാക്കി വെള്ളവുമായി നേരെ 2 കിലോമീറ്റർ മാറിയുള്ള കമ്മ്യൂണിറ്റി ഹാളിലേക്ക്. രാവിലത്തേക്കുള്ള വെള്ളവുമായി KSRTC ബസ് ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പരിസരത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ പുറത്തൊന്നും തന്നെ വെളിച്ചമില്ല. വന്യമൃഗശല്യം ഏറെയുള്ള ആനയും പുലിയും കരടിയും ഉൾപ്പെടെ ഇവിടെ എത്താറുണ്ട് എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. അവിടേക്ക് ഇനി ഇതിനകത്താണ് ഇവർ താമസിക്കുന്നത്. ലോക്കറിന്റെ സാധനമൊക്കെ പൊട്ടിപ്പോയി. മൂന്ന് കട്ടിലുണ്ടായിരുന്നു. അത് കൊറോണ സമയത്ത് കൊണ്ടുപോയി. അത് പിന്നെ കിട്ടിയിട്ടില്ല. കൊണ്ടുപോയിട്ടുള്ളത് പഞ്ചായത്തിന് ഹെൽത്തുകാർക്ക് വേണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. കൊറോണ രോഗികളെ കിടത്താനേ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാ. പിന്നെ തിരിച്ചു കൊണ്ടുവന്നില്ല. ശരിക്കും ഇവിടെ ഈ തണുപ്പത്ത് കിടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതെ, തീർച്ചയായും മരവിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫോം വാങ്ങിച്ചിട്ടുണ്ട് വിരിച്ച് കിടക്കാനായിട്ട്. ഈ ദുരിതം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ചാലക്കുടി ഡിപ്പോയിലെത്തിയപ്പോൾ KSRTC ജീവനക്കാർ പരാതി പറഞ്ഞു. ഇതോടെ വെള്ളവും വൈദ്യുതിയും നൽകാൻ LDF ഭരിക്കുന്ന അതിരപ്പള്ളി പഞ്ചായത്തിലെ പ്രസിഡന്റിനോട് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടതാണ്. എന്നാൽ മന്ത്രിയുടെ വാക്കിന് പോലും പുല്ലുവിലയാണ്. ഇവർക്ക് സ്റ്റേ ചെയ്യാനോ കുഴപ്പമൊന്നുമില്ല, സ്റ്റേ ചെയ്യും. പക്ഷേ വെള്ളമില്ലാന്നാണ് അവർ തമിഴ്നാട്ടിൽ അതിർത്തിക്ക് വെള്ളം കോരിക്കൊണ്ടുവരേണ്ട സ്ഥിതിയാണ്. ഒന്ന് പ്രസിഡന്റ് ആ പമ്പൊന്ന് ശരിയാക്കി മോട്ടോർ റെഡിയാ, കുഴപ്പമൊന്നുമില്ല. 300 രൂപ കറണ്ട് ചാർജ് അടയ്ക്കേണ്ട, ഒന്ന് അടച്ചു. പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രം സർവീസ് നടത്തുന്ന ഒരു ട്രിപ്പ്. പല മലയോര മേഖലകളിലേക്കും KSRTC എത്തിക്കാൻ പഞ്ചായത്തുകൾ പരമാവധി ശ്രമിക്കുമ്പോഴാണ് ഇവിടെ ഉള്ള സർവീസുകൾ മുടക്കാനായി ഒരു കൂട്ടം ശ്രമിക്കുന്നത്.
ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടും യാതൊരു മനസ്സലിവും അതിരപ്പള്ളി പഞ്ചായത്തിനുണ്ടാകുന്നില്ല. ഈ ദുരിതത്തിൽ നിന്ന് എന്ന് കരകയറാൻ കഴിയുമെന്നാണ് ഈ തൊഴിലാളികൾ ചോദിക്കുന്നത്. സുജി പട്ടാമ്പിക്കും ഫൈസലിനുമൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.